ഇന്ത്യ ഒരു മതേതര രാജ്യമാണോ? ഭരണഘടനയുടെ ഉള്ളിലെങ്ങും അങ്ങനെ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. സെക്യുലർ എന്നുള്ള വാക്ക് പോലും ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ, ആർട്ടിക്കിളുകളിൽ ഉപയോഗിച്ചിട്ടില്ല. ആമുഖത്തിൽ മാത്രം അങ്ങനെ ഒരു പദം ചേർത്തിട്ടുണ്ട്. അത് ഒറിജിനലിൽ ഇല്ലായിരുന്നു. അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്കേയില്ല, ആമുഖത്തിലും ഉണ്ടായിരുന്നില്ല. ഭരണഘടനാ നിർമ്മാതാക്കളായ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരൊന്നും ഇങ്ങനെ ഒരു ആശയത്തെ ഭരണഘടനയിൽ അവതരിപ്പിക്കുന്നില്ല. അതാണ് നാം കാണേണ്ട ഒരു പ്രത്യേക വസ്തുതയെന്ന് പറയുന്നത്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർവാധിപതിയായി വാണിരുന്ന കാലത്ത് അവരെഴുതി ചേർത്ത അവരുടെ ശക്തി കൊണ്ട് എഴുതി ചേർത്ത ഒരു വാക്കാണ് സെക്യുലർ. അതെവിടെ മാത്രമേ ഉള്ളെന്ന് നോക്കണം. ആമുഖത്തിൽ മാത്രമേ ഉള്ളൂ. അതിനനുരൂപമായ യാതൊരു വ്യവസ്ഥകളും ഭരണഘടനയിൽ ഇല്ല. ഒരു വ്യവസ്ഥകളും അവരെഴുതി ചേർത്തതുമില്ല. അപ്പോൾ ഇതൊരു ഒരു ഒരു നിഷ്പ്രയോജനമായിട്ടുള്ള അജാഗളസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഒരു വെറും വാക്കായിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ കിടക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാം നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നടക്കും. ഒരർത്ഥശൂന്യമായിട്ടുള്ള വാദമാണത്. അങ്ങനെ ഒരു വ്യവസ്ഥ അതിന് ആ സെക്യുലറിസത്തെ ഉറപ്പിക്കുന്ന വ്യവസ്ഥകളൊന്നും ഭരണഘടനയിലില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന, എല്ലാ മതങ്ങളെയും വളരാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അല്ലാതെ ഇതരത്വമല്ല നമുക്കുള്ളത്. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ല നമ്മുടെ ഭരണഘടന, നമ്മുടെ രാജ്യം. ഈ സത്യം ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദു സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ സർവാശ്ലേഷിത്വം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാ മതങ്ങൾക്കും വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ആരോടും ദ്വേഷിക്കാതെയും ആരെയും അകറ്റി നിർത്താതെയും ജീവിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മതങ്ങൾ ഇവിടെ വളർന്നു വന്നത് തന്നെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു രാജാക്കന്മാർ ഒരുപാട് സഹായങ്ങൾ മറ്റു മതക്കാർക്ക് ഇന്ത്യയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ മതം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അത് വാൾമുനയിലും നടന്നിട്ടുണ്ട്, ആനുകൂല്യങ്ങൾ നൽകിയും മതമാറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതിനുള്ള ഒരു 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 അവകാശം ഭരണഘടന നൽകുന്നു. അതാണ് അത് ഈ ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. ഇതറിയാവുന്നത് കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് സെക്യുലർ എന്നൊരു വാക്ക് ഭരണഘടന ഉൾക്കൊള്ളിക്കാതിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ രാജ്യമല്ല, മതരാജ്യമാണ്. എല്ലാ മതങ്ങളുടെയും രാജ്യമാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ അത് സെക്യുലർ ആകത്തില്ലത്. ആ സെക്യുലർ ആണെന്നുള്ള ആ വാക്ക് നിഷ്പ്രയോജനമായിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ളൊരു പദമായി ആമുഖത്തിൽ അവശേഷിക്കുകയാണ്. ഈ ആട്ടിൻ്റെ കഴുത്തിലെ മുല പോലെ, അജാഗള സ്ഥനം പോലെ അത് അവിടെ അങ്ങനെ കിടക്കുന്നു. എന്നിട്ട് നമ്മൾ വീമ്പടിക്കുകയാണ്, ഇത് ഭാരതം സെക്യുലർ സ്റ്റേറ്റാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ തർക്കമാണ്. ഒരു സെക്യുലർ രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ന ചടങ്ങ് പോകാൻ പാടുണ്ടോ? അദ്ദേഹം ഒരു വിശ്വാസിയാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കാനും എല്ലാ മതങ്ങളിലും വിശ്വസിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട്. അദ്ദേഹം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഹിന്ദു മതത്തിൻ്റെ ചടങ്ങുകളിൽ അദ്ദേഹം പോകുന്നു. മറ്റു രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ലണ്ടനിലൊക്കെ ക്രിസ്തു മതം ബൈബിൾ വെച്ചുകൊണ്ടല്ലേ USA അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ അതൊക്കെ അവർക്കാകാം. ഇവിടെ ആയിക്കഴിഞ്ഞാൽ മതേതരത്തിന് ഹാനി. മതേതര രാജ്യമല്ല ഇന്ത്യ. ആ സത്യം ആദ്യം മനസ്സിലാക്കണം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കുന്ന ഈ ഒരു മതനിരപേക്ഷത ഹിന്ദു മതത്തിനല്ലാതെ വേറെ ആർക്കുമില്ല.
ക്രിസ്ത്യാനികൾ പറയുന്നത് അവരുടെ മതത്തിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് സ്വർഗം കിട്ടില്ല എന്ന്. അതേസമയം ഇസ്ലാം പറയുന്നു ഇസ്ലാമിൽ വിശ്വസിക്കാത്തവർക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായിട്ടുള്ളവർ മുസ്ലിങ്ങളുടെ സ്വാഭാവിക ശത്രുക്കളാണെന്നും ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ കരുതുന്ന ആളുകൾക്ക് എങ്ങനെ ഇതര മതസ്ഥരെ അംഗീകരിക്കാൻ പറ്റും? ഇതര മതസ്ഥരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മതേതരത്വമാണ്, എന്ത് മതനിരപേക്ഷതയാണ്? അപ്പോൾ ശരിക്കും സത്യമായിട്ടും ആ വാക്കിൻ്റെ അർത്ഥത്തിൽ മതനിരപേക്ഷത ഉള്ളത് ഹിന്ദുമതത്തിനാണ്. ഹിന്ദുമതമാണ് ഏറ്റവും മതനിരപേക്ഷമായ മതം. ആ മതം ഇവിടെ ശക്തിയാർജിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് മറ്റു മതങ്ങൾക്ക് ഇവിടെ വളരാൻ പറ്റുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ അതായത് ഒരു മുസ്ലിം രാജ്യങ്ങളാണ് മറ്റു മതങ്ങൾക്ക് വളർന്നു വരാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികളെയൊക്കെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അതുപോലെ മുസ്ലിങ്ങളിൽ തന്നെ സുന്നികൾ ഒഴിച്ചുള്ളവരെ അവർ ബോംബ് വെച്ച് തകർക്കുന്നു അവരുടെ പള്ളികളിൽ. ഈ അസഹിഷ്ണുത, ഇത് മതേതരത്വമല്ല. അത് ഇവിടെ പറ്റത്തില്ല. ഇവിടെ ഒരു സഹിഷ്ണുതയുടെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ പൈതൃക സംസ്കാരം അങ്ങനെയുള്ളതാണ്. ഏതെങ്കിലും ഒരു മതം തിരിച്ച് മനുഷ്യരെ വ്യത്യസ്തരായി നിർത്തുന്നതല്ല നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് തന്നെയാണ് മറ്റു മതങ്ങൾക്ക് തുല്യ അവസരങ്ങൾ കിട്ടുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാവും. അതായത് യഥാർത്ഥ മതേതരത്വം യഥാർത്ഥത്തിൽ പാലിക്കുന്ന, മതനിരപേക്ഷത യഥാർത്ഥത്തിൽ പാലിക്കുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഹിന്ദു മതമാണ്. ഈ സത്യം നമ്മൾ അംഗീകരിക്കണം, പ്രചരിപ്പിക്കണം, ഇതിനെതിരായിട്ടുള്ള വാദങ്ങളെ ചെറുക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. നമസ്കാരം.